ഹായ് മക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്തിരിക്കുന്നത് അൺഅക്കാഡമി കോഴിക്കോടിൻ്റെ റീനീറ്റ് ടർബോ ബാച്ചിൻ്റെ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് മോക്ക് ടെസ്റ്റിൻ്റെ സുവോളജി സൊല്യൂഷൻസ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ മീറ്റ് ചെയ്ത് ഈ മോക്ക് ടെസ്റ്റ് 1 എന്ന് പറയുന്ന സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നീങ്ങാം മക്കളെ. 136ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുവോളജി എന്ന് പറയുന്നത് 136 മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ 136ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. 136ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 136ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഇസ് നോട്ട് കനാബിനോയിഡ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് കനാബിനോയിഡ് അല്ലാത്തത്? ചാറാസ്, ഗാഞ്ച കനാബിനോയിഡ് ആണ്. രണ്ട് പേരും കനാബിനോയിഡ്സിൻ്റെ എക്സാമ്പിൾ ആണ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണിത്. അപ്പോൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണ് ചാപ്റ്റർ ഇവിടെ വരുന്നത്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഈ ചാപ്റ്ററിൽ നിന്നും ഡ്രഗ്സ് എന്ന് പറയുന്ന ഏരിയ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്പിയോയിഡ്സ്, കനാബിനോയിഡ്സ് ആൻഡ് കൊക്ക ആൽക്കലോയിഡ്സിൻ്റെ ഏരിയാസിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഗാഞ്ചയും ചാരാസും എന്ന് പറയുന്ന ഈ ഒരു ഏരിയ വരുന്നത് നമുക്ക് എക്സാമ്പിൾസിലുണ്ട്. ദത്തുര, LSD ഇത് രണ്ടും എന്തിൽ വരുന്നില്ല? കനാബിനോയിഡിൽ വരുന്നില്ല. ഇവരൊക്കെ ആലോസിനോജനിക് പ്ലാന്റും ഡ്രഗ് ഒപ്റ്റൈനബിൾ പ്ലാന്റും കാര്യങ്ങളും കൊക്കൈനും ഒക്കെയാണ് ഇത് വിഭജിച്ച് പോകുന്നത്. ഭാങ്, ഹഷിഷ് ഇത് രണ്ടും കനാബിനോയിഡാണ്. മരിജ്വാന, ഭാങ് ഇത് രണ്ടും കനാബിനോയിഡാണ്. അതിൽ ഭാങ് എന്ന് പറയുന്ന സാധനം ഭയങ്കര വ്യക്തമായിട്ട് NCERT കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കുറച്ചും കൂടെ റെഫർ ചെയ്യേണ്ടതാണ്. നമ്മുടെ NCERTയിൽ അത് ഇച്ചിരി വ്യക്തത കുറഞ്ഞിട്ടാണ്. വ്യക്തത കുറഞ്ഞിട്ടൊന്നല്ല, ആ ലൈൻസിൽ വരുന്ന ഒരു ക്ലാരിറ്റി രണ്ടാമത്തേലും മൂന്നാമത്തേലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ നമ്പർ 2 ആണ്. ഇനി 137 എന്ന് പറയുന്നത് ദ സീക്വൻസ് ഓഫ് PBr 322 that initiates replication is also responsible for. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി മക്കളെ, ഇവിടെ 137ാമത്തെ ചോദ്യം ശരിക്കും ബോട്ടണിയിൽ വരേണ്ടതാണ്. പക്ഷെ നമുക്ക് ബയോളജിക്കാർക്ക് ബോട്ടണി സുവോളജി എന്നൊന്നുമില്ല. അപ്പോൾ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ PBr 322 ദാറ്റ് ഇനിഷ്യേറ്റ്സ് റെപ്ലിക്കേഷൻ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ സീക്വൻസ് ഇൻ PBr 322. അപ്പോൾ ORI, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സ്ഥലം എന്തിനും കൂടെ റെസ്പോൺസിബിൾ ആണ്. ഡയറക്ട്ലി ഇൻജെക്റ്റിംഗ് ദ ഫോറിൻ DNA ഇൻ ടു ദ ഹോസ്റ്റ് അല്ല. കൺട്രോളിംഗ് ദ കോപ്പി നമ്പർ ഓഫ് ലിങ്ക്ഡ് DNA അതെ. പ്രൊവൈഡിങ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ആംഫിസിലിൻ അല്ല. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? സെലക്റ്റീവ്ലി പെർമിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ട്രാൻസ്ഫോർമൻസ് അല്ല. അപ്പോൾ ഓപ്ഷൻ നമ്പർ 2 ആണ് 137ൻ്റെ ഉത്തരം. 137ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ നമ്പർ 2 ആണ്. അൺമൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ്. നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 138 അൺമൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആർ. അൺമൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂറൽ കൺട്രോൾ ആണ് പാഠം. ഓക്കെ അല്ലേ? ന്യൂറൽ കൺട്രോൾ ആണ് ചാപ്റ്ററിൻ്റെ പേര്. അതിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ എന്ത് കിടപ്പുണ്ട്, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും. NCERT റെഫർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉത്തരം എന്ന് നമുക്ക് നോക്കാം. എൻക്ലോസ്ഡ് ബൈ Schwann cells, enclosed by Schwann cells, found only in cranial and spinal nerves, not found in sympathetic neural system, characterized by the presence of nodes of Renvir. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പറയാം ഷ്വാൻ സെൽസിനാൽ എൻക്ലോസ് ചെയ്യപ്പെട്ടത് മാത്രമാണ് ഇവിടുത്തെ ഒരു ശരി ഉത്തരം വരുന്നത്. ഓക്കെ അല്ലേ? ഫൗണ്ട് ഒൺലി ഇൻ ക്രേനിയൽ ആൻഡ് സ്പൈനിയൽ നെർവ്സ് ആണെങ്കിൽ അത് എന്തായിരിക്കും? മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആവും. നോട്ട് ഫൗണ്ട് ഇൻ സിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നതും അതിൽ ആപ്റ്റല്ല. അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 ആണ്. ഇനി 139ാമത്തെ ക്വസ്റ്റ്യൻ, അതാണ് നമ്മൾ നോക്കേണ്ടത്. 139. അപ്പോൾ 139 നമുക്കൊന്ന് നോക്കാം. കറക്റ്റ് മാച്ച്. സൈറ്റോകൈൻ ബാരിയേഴ്സിൽ PMNL വരുമോ? ഇല്ല, അത് സെല്ലുലാറാണ്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സിൽ ഇൻറ്റർഫറൻസ് വരുമോ? ഇല്ല, അത് സൈറ്റോകൈനാണ്. ഫിസിക്കൽ ബാരിയേഴ്സിൽ ടിയേഴ്സ് വരുമോ? വരാം.
സെല്ലുലാർ ബാരിയേഴ്സിൽ മാക്രോഫേജസ് വരുമോ? വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിസിക്കൽ ബാരിയർ വരുമ്പോൾ അതിൽ ഒരു തെറ്റുണ്ട്. ഫിസിക്കൽ ബാരിയേഴ്സിൽ നമുക്ക് ഈ പറയുന്ന പോലെ സ്കിന്നും മ്യൂക്കസും ഒക്കെ വരാൻ പറ്റത്തുള്ളൂ. സെല്ലുലാർ ബാരിയേഴ്സിൽ മാക്രോഫേജസ് വരുന്നുണ്ടോ? അത് ശരിയാണ്. അങ്ങനെ വന്നാൽ ഓപ്ഷൻ നമ്പർ 4 ആകും ഉത്തരം. ഓപ്ഷൻ നമ്പർ 4 ആകും നമ്മുടെ 139ൻ്റെ ഉത്തരം. അപ്പോൾ ഫിസിക്കലും ഫിസിയോളജിക്കലും സൈറ്റോകൈനും സെല്ലുലാർ ഇത് എന്ത് ചെയ്യണം? ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇനേറ്റ് ഇമ്മ്യൂണിറ്റി ആണ് കുട്ടികൾ റെഫർ ചെയ്യേണ്ടത്. ഇനേറ്റ് ഇമ്മ്യൂണിറ്റി. ഇനി നമുക്ക് 140ലേക്ക് പോകാം. അപ്പോൾ 140ാമത്തെ ചോദ്യം ഇതാ. 140ാമത്തെ ചോദ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ മാച്ച് ദ ഫോളോയിങ് കോളം 1ഉം കോളം 2ഉമാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, കോളം നമ്പർ 1ഉം കോളം നമ്പർ 2ഉം നമുക്ക് കോളം നമ്പർ 1 ഒന്ന് മാച്ച് ചെയ്യാം. എന്നിട്ട് മാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻസിലേക്ക് പോകാം. അപ്പോൾ മാച്ച് ചെയ്യുമ്പോൾ ഓപ്ഷൻ നമ്പർ കോളം നമ്പർ 1 ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്ന സാധനം താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലോജിക്കലി കറക്റ്റ് ആവുന്നത് നമുക്ക് നോക്കാം. ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നത് 1,50,000 മുതൽ 3,50,000 വരെയാണ്. ഇതിനെക്കുറിച്ചുള്ള റെഫറൻസ് കൃത്യമായിട്ട് എടുക്കണമെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിൽ WBCൻ്റെ പോർഷനിൽ അഥവാ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ WBC വൈറ്റ് ബ്ലഡ് കോർപ്പസ്കൽസ് ലൂക്കോസൈറ്റ്സിൻ്റെ പോർഷൻസിൽ 2ാമത്തെ പാരഗ്രാഫിൻ്റെ താഴെ അറ്റത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഗ്രാനുലോസൈറ്റ്സും ഗ്രാനുലോസൈറ്റ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്ലേറ്റ്ലെറ്റ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. 1,50,000 മുതൽ 3,50,000. അതിൻ്റെ ഉത്തരം അവിടെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ചാപ്റ്റർ ഏതാ? ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ആണ്. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഫുൾ ബ്ലഡ് കൗണ്ടുകൾ, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ധാരണ വേണം. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ എറിത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 5.5 to 5.5 മില്യൺ ആണ് ഉത്തരം വരിക, അതിൻ്റെ കൗണ്ട് വരുന്നുണ്ടെങ്കിൽ. ലൂക്കോസൈറ്റ്സ് ആണെങ്കിൽ 6,000 മുതൽ 8,000 വരെയായിരിക്കും അതിൻ്റെ ഒരു കൗണ്ട് വരിക. ഹീമോഗ്ലോബിൻ്റെതാണെങ്കിൽ 12 മുതൽ 16 ഗ്രാം വരെയാണ് എന്ത് ചെയ്യുക? അതിൻ്റെ ഒരു കൗണ്ട് വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ 12 മുതൽ 16 വരെ ആയിരിക്കും എന്ത് ചെയ്യുക? അതിൻ്റെ ഒരു കൗണ്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ വക സാധനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ നമ്പർ ഏതാണ് കോമ്പിനേഷൻ വരുന്നത്? ഓപ്ഷൻ നമ്പർ 2 ആണ് കോമ്പിനേഷനിൽ. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പോൾ പിന്നീട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താ? ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇനിഷ്യേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിൻ ദ റിഥമിക് കോൺട്രാക്ടൈൽ ആക്ടിവിറ്റി ഓഫ് ഹ്യൂമൻ ഹാർട്ട്? ഇത് പിന്നെയും ബോഡി ഫ്ലൂയിഡ്സ് വന്നു. ബോഡി ഫ്ലൂയിഡ്സിൽ ഹാർട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ചോദ്യം ഊന്നി നിൽക്കുന്നത്. ഹാർട്ടിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് റിഥമിക് കോൺട്രാക്ടൈൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ടിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ആരാണ് അതിൽ റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്? പറയൂ കുട്ടികളെ, ആരാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആരായിട്ടാണ് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്? സയനോ ഏട്രിയൽ നോഡാണ്. സയനോ ഏട്രിയൽ നോഡ് അഥവാ സാൻ. പേസ് മേക്കർ എന്നൊക്കെ വിളിക്കാറുണ്ട് ഇയാളെ. പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ഹാർട്ട് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് പഠിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ 142ാമത്തെ ചോദ്യം. 142ാമത്തെ ചോദ്യത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? 142ാമത്തെ ചോദ്യം ഇതാണ്. In the given columns, താഴെ കൊടുത്തിരിക്കുന്ന കോളംസിൽ column 1 contains features of developing child and column 2 contain time of their occurrence. Choose the correct match. ഓക്കെ അല്ലേ? അപ്പോൾ
ഇത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. എന്ത്? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്? റെഫറൻസ് നോക്കേണ്ടത്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഇംപ്ലാന്റേഷന് ശേഷമാണ് ഇതിനെക്കുറിച്ചിട്ട് ജസ്റ്റേഷൻ പീരീഡ് ഒരു 9 months ഒരു കണക്കിനെ കുറിച്ചിട്ട് NCERT പരാമർശിക്കുന്നുണ്ട്. അവിടെ റെഫർ ചെയ്താൽ ഈ ചോദ്യം എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഹാർട്ട് സൗണ്ട് എവിടെയാണ് കേൾക്കാൻ പറ്റുക? ഫസ്റ്റ് സൈൻ ഓഫ് ഗ്രോയിങ് ഫീറ്റസ്. ഗ്രോയിങ് ഫീറ്റസിൻ്റെ ആദ്യത്തെ ചിഹ്നമാണെന്ത്? ഹാർട്ട് സൗണ്ട്. ഇനി ഒരു മിനിറ്റ്, ഒരു ചെറിയൊരു എറർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ മാച്ച് നമുക്ക് നോക്കാം. ഫീറ്റസ് ഡെവലപ്സ് ലിംസ് ആൻഡ് ഡിജിറ്റ്സ്. ഫീറ്റസുകൾ ലിംബും ഡിജിറ്റും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെത് ഏതാണ് കൊടുക്കുന്നത്? ബൈ ദി എൻഡ് ഓഫ് 2nd month ഓഫ് പ്രഗ്നൻസി. ഒന്നാമത്തെ മാച്ചാണ് വരുന്നത്. ഇനി ഫോർമേഷൻ ഓഫ് മേജർ ഓർഗൻ സിസ്റ്റം. താഴെ കൊടുത്തു കഴിഞ്ഞാൽ മേജർ ഓർഗൻ സിസ്റ്റം എവിടെയാണ് ഉണ്ടാവുന്നത്? ബൈ ദി എൻഡ് ഓഫ് 12 weeks. ഇനി ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഫീറ്റസ് ആൻഡ് ദി അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ബോഡി. അത് ഡ്യൂറിങ് ദി 5th month. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഓപ്ഷൻ വരിക ഓപ്ഷൻ നമ്പർ 2 ആണ്. സോ ഈ ഒരു മാച്ചാണ് നമ്മൾ നോക്കേണ്ടത്. മാച്ച് ദ ഫോളോയിങ്ങിൽ നമ്മൾ ഇത്രയും മാച്ചസ് നോക്കി നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്യണം. സോ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഇംപ്ലാന്റേഷന് ശേഷമുള്ള ഏരിയ വായിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഏരിയ കിട്ടുക. ഇനി 143ാമത്തെ ചോദ്യമാണ് മക്കളെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 143 ഏത് ചാപ്റ്ററാണ് നമുക്ക് നോക്കാം. വെൻ എ പേഴ്സൺ ഈസ് സഫറിംഗ് ഫ്രം പുവർ റീനൽ റീഅബ്സോർപ്ഷൻ. പേരിൽ തന്നെ ഉണ്ട്, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആണ് ചാപ്റ്റർ. സോ when a person is suffering from poor renal reabsorption, which one of the following will not help in maintaining of blood volume or maintenance of blood volume? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പുവർ റീനൽ അബ്സോർപ്ഷൻ ഉള്ള ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യും? താഴെ കൊടുത്തിരിക്കുന്ന എന്താണ് ബ്ലഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കാത്തത്? നമുക്ക് നോക്കാം ഏതാണ് താഴത്തെ ആ ഒരു സാധനം. അപ്പോൾ ഇൻക്രീസ്ഡ് ADH സെക്രീഷൻ തെറ്റാണ്. അത് ശരിക്കും ADH സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ സഹായിക്കുക ചെയ്യുക. റീനൽ സപ്രഷൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വിച്ച് വിൽ നോട്ട് ഹെൽപ്പ് എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്താണ് ഹെൽപ്പ് ചെയ്യാത്തതെന്നാണ്. ഡിക്രീസ്ഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, അതും അയാളെ സഹായിക്കുന്ന ഒന്നല്ലേ. ഇൻക്രീസ്ഡ് ANF സെക്രീഷൻ, അതൊരിക്കലും അയാളെ സഹായിക്കില്ല. ഓക്കെ അല്ലേ? അതൊരിക്കലും അയാളെ സഹായിക്കില്ല. കാരണം എന്താ? ഈ പറയുന്ന ഹൈ ആയി കിടക്കുന്ന BP ആണ് ലോ ആയിട്ട് കിടക്കേണ്ടത്. അപ്പം അതാണ് ഇവിടുത്തെ ഉത്തരം വരുന്നത്. കൂടി നിൽക്കുന്ന ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാനാണ് ഏട്രിയൽ നേട്രി യൂറിറ്റിക് ഫാക്ടർ അത് വരുന്നത് ഇവിടെ. ഏട്രിയൽ നേട്രി യൂറിറ്റിക് ഫാക്ടർ. ഏട്രിയൽ നേട്രി യൂറിറ്റിക് ഫാക്ടർ ഇവിടെ വരുന്നത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് 144ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഡ്യൂറിങ് മസ്കുലാർ കോൺട്രാക്ഷൻ സമയത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇവൻറ്റ്സ് ഒക്കർ. താഴെ കൊടുക്കുന്ന ഏതൊക്കെ ഇവൻറ്റുകളാണ് ഒക്കർ ചെയ്യുന്നത്? ഓക്കെ അല്ലേ? അപ്പോൾ H സോൺ ഡിസപ്പിയേഴ്സ്. ശരിയല്ലേ? രണ്ട് ഭാഗത്തൊന്നും എന്ത് ചെയ്യും? ആക്റ്റിൻ മയോസിൻ ഫിലമെൻറ്റുകളുടെ കൂടിച്ചേരലാണ്. ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് ഇടയിലുള്ള സ്പേസ് അങ്ങ് മാറിപ്പോവും. ഏതാ ചാപ്റ്റർ? ലോക്കോമോഷൻ ആണ് പാഠം. ഏതാ ടോപ്പിക്ക്? സ്ലൈഡിങ് ഫിലമെൻ്റ് തിയറി. NCERT വായിക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിസം ഓഫ്
മസിൽ കോൺട്രാക്ഷനും നോക്കാം. മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷനും നിങ്ങൾക്ക് നോക്കാം. ഇനി ഓപ്ഷൻ നമ്പർ 2 എന്ന് പറയുന്നത് എ ബാൻഡ് എലോങ്ങേറ്റഡ്. തെറ്റല്ലേ? എ ബാൻഡ് റിമെയിൻസ് ദ സെയിം. അത് അതുപോലെ തന്നെ നിൽക്കും എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഐ ബാൻഡ് റെഡ്യൂസസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഐ ബാൻഡ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യപ്പെടും. ഐ ബാൻഡ് റെഡ്യൂസസ്. ഐ ബാൻഡ് റെഡ്യൂസസ് എന്ന് പറയുന്നത് ശരിയാണോ? ഐ ബാൻഡ് റെഡ്യൂസസ് എന്ന് പറയുന്നത് ശരിയാണോ? 1 സെക്കൻഡ്, ചെറിയൊരു സ്ലൈഡ് ഇഷ്യൂ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഐ ബാൻഡ് റെഡ്യൂസസ് എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. ഐ ബാൻഡ് റെഡ്യൂസസ് എന്ന് പറയുന്നത് ശരിയാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ലെങ്ത് ഓഫ് തിൻ ഫിലമെൻ്റ് ഇസ് അൺഅഫക്റ്റഡ്. ഈ പറയുന്ന ആക്റ്റിൻ ഫിലമെൻ്റ് അൺഅഫക്റ്റഡ് ആണ് എന്നാണ് ചോദിക്കുന്നത്. അത് ശരിക്കും തെറ്റല്ലേ? ഇല്ല, അതും ശരിയാണ്. ഇനി ലെങ്ത് ഓഫ് സാർക്കോമിയർ റെഡ്യൂസസ്. ലെങ്ത് ഓഫ് സാർക്കോമിയർ എന്താണ്? റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ഇവിടെ. ഓക്കെ അല്ലേ? ലെങ്ത് ഓഫ് സാർക്കോമിയർ എന്താണ്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതും വളരെ ശരിയാണ്. അപ്പോൾ 1, 3, 4, 5 ഉള്ളി. ഓപ്ഷൻ നമ്പർ 1. ഓക്കെ അല്ലേ? അപ്പോൾ ലെങ്ത് ഓഫ് തിൻ ഫിലമെൻറ്റഡ് ഇവിടെ അൺഅഫക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഫിലമെൻറ്റുകൾ തമ്മിൽ കൊളാജ് ചെയ്യുന്നുണ്ട്, മേർജ് ചെയ്യുന്നുണ്ട്. അവരുടെ ലെങ്ത്തിലൊക്കെ എന്തില്ല? പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള വിഷയങ്ങളും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എച്ച് സോണിൻ്റെയോ ബാൻഡിൻ്റെയോ ഒക്കെ ലെങ്ത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുന്നില്ല. ആ ഫിലമെൻറ്റിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങളൊന്നുമില്ല. ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്നായിട്ട് മേർജ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ഓപ്ഷൻ നമ്പർ 1 വരുന്നത്. ഇനി 145 സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദ്യം. ഓൺലി റൈറ്റ് ഹാൻഡഡ് ഹെലിസസ് ആർ ഒബ്സർവ്ഡ് ഇൻ ദി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ശരിയാണോ? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഇൻകറക്റ്റ്? ഇത് ശരിയാണ്. റൈറ്റ് എൻഡ് ഓഫ് polysaccharide is reducing while left end is non-reducing. വളരെ ശരിയാണ്. സ്റ്റാർച്ച് ക്യാൻ ഹോൾഡ് ഐഡിൻ മോളിക്യൂൾ ഇൻ ഇറ്റ്സ് ഹെലിക്കൽ സ്ട്രക്ചർ ആൻഡ് ഗിവ് ഇറ്റ്സ് ബ്ലൂ കളർ വിത്ത് ഇറ്റ്. അതും ശരിയാണ്. അപ്പോൾ ഇത് ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. ബയോമോളിക്യൂളാണ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് യൂസ്ഡ് ആസ് ഡ്രഗ്സ് ആർ അബ്രിൻ ആൻഡ് റൈസിൻ. അത് തെറ്റാണ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൽ വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അബ്രിൻ റൈസിനുമല്ല. അപ്പോൾ ഓപ്ഷൻ നമ്പർ 4. ഓക്കെയാണ് പിള്ളേരെ? ഓക്കെയാണ്. 146 പോകാം. വിച്ച് പോയിന്റ് ഇസ് ഇൻകറക്റ്റ് അബൌട്ട് മയസ്തീനിയ ഗ്രാവിസ് ഡിസീസ്? ലോക്കോമോഷൻ്റെ ഡിസോർഡറിൽ വരുന്നവനാണിവൻ. ലോക്കോമോഷൻ ചാപ്റ്റർ ഡിസോർഡേഴ്സിലാണ് ഇവർ വരുന്നത്. അപ്പോൾ റെഫറൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാമല്ലോ. എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്ന് നമുക്ക് നോക്കാം. ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഇസ് അഫക്റ്റഡ്. ശരിയാണ്. ഇൻകറക്റ്റ് അല്ലേ ചോദിച്ചത് നമ്മളെടുത്ത്? അത് ശരിയാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അതും ശരിയാണ്. ഏജ് റിലേറ്റഡ് ഡിസോർഡർ തെറ്റാണ്. അതിവിടെ ഉദ്ദേശിക്കുന്ന ആരെയായിരിക്കും? മസ്കുലാർ ഡിസ്ട്രോഫി ആയിരിക്കും. ഇതെന്താണ്? ശരിയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നമ്പർ 3 ആണ് ഇവിടെ തെറ്റ്. 147 ചോദ്യം. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓൾ ലോക്കോമോഷൻസ് ആർ മൂവ്മെന്റ് ബട്ട് ഓൾ മൂവ്മെന്റ്സ് ആർ നോട്ട് ലോക്കോമോഷൻ. ശരിയല്ലേ? 147 എന്താണ്? ശരിയാണ്. മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ കനോട്ട് ബി സ്റ്റഡീഡ് സെപ്പറേറ്റ്ലി. അതും എന്താണ്? ശരിയാണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മെത്തേഡ്സ് ഓഫ് ലോക്കോമോഷൻ പെർഫോംഡ് ബൈ ആനിമൽസ് വേരി ഓൺലി ഇൻ ദെയർ ഹാബിറ്റാറ്റ്. തെറ്റാണ്. അതർ
സിനാരിയോസും കൂടെ കിടപ്പുണ്ട്. അപ്പം ഇതായിരിക്കും ഉത്തരം. താഴത്തും കൂടെ നോക്കാം. ലോക്കോമോഷൻ ഇസ് generally for search of food, shelter, mate, suitable breeding, ground favorable climatic conditions, etc. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് 147ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ 3 ആയിട്ട് കൺസിഡർ ചെയ്യണം. കാരണം ഹാബിറ്റാറ്റ് കൊണ്ട് മാത്രമല്ല, എവല്യൂഷൻ കൊണ്ടും അങ്ങനെ പല റീസൺസ് കൊണ്ടും ലോക്കോമോട്ടറി മൂവ്മെൻറ്റ് എന്താവും, മാറ്റങ്ങൾ വന്നേക്കാം. ഹാബിറ്റാറ്റ് വലിയൊരു ഘടകമാണില്ല എന്ന് പറയുന്നില്ല. ഓക്കെ അല്ലേ? ഇനി 148 പോകുന്നത്. GnRH ഹൈപ്പോതലാമിക് ഹോർമോൺ കെമിക്കൽ കോർഡിനേഷൻ ആണ് ചാപ്റ്റർ. GnRH ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ GnRHൻ്റെ ഫുള്ള് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്ന സാധനം നീഡഡ് ഇൻ റീപ്രൊഡക്ഷൻ ആക്സോൺ. എന്തിലാണ് അത് ആക്ട് ചെയ്യുന്നത്? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ്സ് സെക്രീഷൻ ഓഫ് LH ആൻഡ് FSH. ആണോ അതിൻ്റെ ഉത്തരം? അതാണോ? നമുക്ക് നോക്കാം. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നതും അത് സെക്രീഷൻ LHനും FSHനും സെക്രീറ്റ് ചെയ്യുന്ന ഒന്നാണ്. ശരിയാണ്. പക്ഷെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് റെഫർ ചെയ്യാം. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ്സ് LH ആൻഡ് FSH തെറ്റാണ്. പോസ്റ്റീരിയർ അല്ല. ആക്ട് ചെയ്യുന്നത് പോസ്റ്റീരിയറിലല്ല. ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ശരിക്കും സ്റ്റോർ ചെയ്യപ്പെടുന്നതൊക്കെ നമുക്ക് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത് ആൻറ്റീരിയറിൽ മാത്രമാണ്. ലേഡിക് സെൽസ് ആൻഡ് സ്റ്റിമുലേറ്റ് ദി സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ആൻഡ്രജൻ അല്ല. അത് ആൻഡ്രജൻസിലേക്ക് ആക്ട് ചെയ്യുന്ന ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ അല്ല, LH FSH ആണ്. സെർട്ടോളി സെൽസ് ആൻഡ് റിലീസ് ദ സെക്രീഷൻ ഓഫ് ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ സ്പെർമറ്റോജെനിസിസ് അതുമല്ല. അപ്പോൾ നമുക്ക് എന്തിൽ കൊടുക്കാം? ഓപ്ഷൻ നമ്പർ 1 കൊടുക്കാം. 148ൻ്റെ ഉത്തരം ഓപ്ഷൻ നമ്പർ 1 കൊടുക്കാം. ഓക്കെ. 149 JGA അഥവാ ജുക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് is a special sensitive region formed by cellular modifications in the. അപ്പോൾ സെല്ലുലാർ മോഡിഫിക്കേഷൻസ് വെച്ച് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെ അടുത്ത് JGA എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ സാധനം ഏതാണ്? എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നതാണ്. ബൈ സെല്ലുലാർ മോഡിഫിക്കേഷൻ ദി ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആൻഡ് അഫറൻറ്റ് ആർട്ടീരിയോൾ. ഇതാണ് നമുക്ക് ഉത്തരം വരേണ്ടത്. ബാക്കി നോക്കാം. ഇഫറൻറ്റ് തെറ്റാണ്, പ്രോക്സിമൽ തെറ്റാണ്, പ്രോക്സിമൽ ആൻഡ് ഇഫറൻറ്റും തെറ്റാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നമ്പർ 1ലേക്ക് പോകാം. ഇനി 150ാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. All of the hormones mentioned above are produced in human females only during pregnancy except. താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രഗ്നൻസി സമയത്ത് എല്ലാവരും പ്രൊഡ്യൂസ് ആവും, ഒരാൾ ഒഴികെ. ഏതാണ് ഒരാൾ? പ്രഗ്നൻസി സമയത്ത് റിലാക്സിൻ ഹോർമോൺ ഇതാവും, HCG ഇതാവും, HPL ഇതെല്ലാം പ്രഗ്നൻസി. ഇവൻ എല്ലായ്പ്പോഴും പ്രൊഡ്യൂസ് ആവും. ലൂട്ടിയൽ ഫേസിൽ 14ാമത്തെ ഓവുലേഷൻ ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിളിൽ എന്ത് വരും? കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ പ്രസൻസിൽ പ്രൊജസ്ട്രോൺ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എന്താ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സ്ഥലമൊക്കെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്ന ഒരു ഫേസ് തന്നെയുണ്ട്. അവിടെ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രഗ്നൻസി ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. തെറ്റിക്കരുത്. 151ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസീസസ് കറക്റ്റ്ലി മാച്ച്ഡ് റിഗാർഡിംഗ് ദെയർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ വെച്ച് ഏതാണ് കറക്റ്റ്ലി മാച്ച് ആയിട്ടുള്ളത്? അപ്പോൾ നമുക്ക് നോക്കാം. 151 കോമൺ കോൾഡ് ജലദോഷം ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്, ശരിയാണ്. ടൈഫോയിഡ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ശരിയാണ്. എയ്ഡ്സ് ഷേക്കിംഗ് ഹാൻഡ്സോ? ഭയങ്കര തമാശ ചോദ്യമായിപ്പോയി. സെക്ച്വൽ ഇൻ്റർകോഴ്സ് ഒരു STD ആണിത്, സെക്ച്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. അതുകൊണ്ട് കൈ കൊടുത്താലൊന്നും എയ്ഡ്സ് വരില്ല. റിംഗ് വാം എന്ന് പറഞ്ഞാൽ യൂസിങ് ഇൻഫെക്റ്റഡ് ടവൽസ്, അതും ശരിയാണ്. അപ്പോൾ ABD വരുന്ന ഓപ്ഷൻ നമ്പർ 4 ആണ് നമ്മുടെ ഉത്തരം. ഇനി 152ലേക്ക് പോകാം. 152ൻ്റെ കളി എങ്ങനെയാ?
ഓക്കെ, ഇത് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഹാർഡി വെയിൻബർഗുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളാണ് സാധനം. ഓക്കെ, ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിൽ നമുക്കിവിടെ ഒന്ന് നോക്കാം. ജീൻ ലോക്കസ് has 2 alleles B and B. If the frequency of the dominant allele B is 0.6, a population that is in the Hardy-Weinberg equilibrium, then what will be the frequency of homozygous dominant, heterozygous dominant and homozygous recessive individuals? ഇത് ഹാർഡി വെയിൻബർഗ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹാർഡി വെയിൻബർഗ് ഇതനുസരിച്ച് P + Q = 1. അപ്പോൾ P ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, 0.6 ആക്കിയിട്ട് എടുക്കുകയാണ്. Q എന്ത് ചെയ്യാണ്, 0.4 ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട P² എന്ന് പറഞ്ഞാൽ 0.36 ആവും. Q² എന്ന് പറയുന്നത് എന്താണ്, 0.16 ആവും. ഇനി 2PQ എന്ന് പറയുന്നത് 2 × 0.6 × 0.4 ആവും. അതെന്ന് പറയുന്നത് എന്താണ്, 0.48 ആവും. ഇത് മൂന്നും വരുന്ന ഓപ്ഷൻസ് ഏതാ, 0.36, 0.16 ആൻഡ് 0.48. ഓപ്ഷൻ നമ്പർ 2 ആണ് സംഗതി. ഓക്കെ അല്ലേ? ഒന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ മതി. അവരാദ്യം ചോദിച്ച ഓർഡർ ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ് P². ഹെട്രോസൈഗസ് 2PQ ആൻഡ് ഹോമോസൈഗസ് റെസസീവ് Q². അത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. 153ാമത്തെ ചോദ്യം. ദി ഫസ്റ്റ് clinical gene therapy was given to a 4-year-old kid with the deficiency of adenosine deaminase, option number 2. Direct question. Read the following statements. The ascending limb of loop of ND is impermeable to electrolyte. അത് ട്രൂ ആണ് കുട്ടികളെ, ട്രൂ ആണ് അല്ലേ? അസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിന് എന്താണ്, പെർമിബിൾ ആണ്. അയ്യോ, അസെൻഡിങ് ലിംബ് അല്ലേ? അപ്പോൾ അവിടെ എന്താണ്, ഇംപെർമിബിൾ തെറ്റാണ്, ഇത് ഫാൾസ് ആണ്. DCT helps in maintaining sodium potassium hemostasis in blood, അത് ട്രൂ ആണ്. PCT is involved in active reabsorption of sodium and glucose, and true ആണ്. Choose the following. A, B, C are correct. തെറ്റാണ്. A ശരിയല്ലല്ലോ. Only A is incorrect, അത് ശരിയാണ്. A and B are correct, തെറ്റാണ്. B and C are incorrect, അതും തെറ്റാണ്. നമുക്കിനി നേരെ 155ലേക്ക് പോകാം. 155ാമത്തെ ചോദ്യം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് IUDs within 72 hours of unprotected coitus. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ് ചാപ്റ്റർ വരുന്നത്. IUDകളെ 72 മണിക്കൂറിനകത്ത് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് നടക്കുന്ന അല്ലെങ്കിൽ കൊയിറ്റസ് നടക്കുമ്പോൾ ഫൗണ്ട് വെരി എഫക്റ്റീവ് ആസ് എൻ എമർജൻസി കോൺട്രാസെപ്റ്റീവ്. NCERT ലൈനാണ്, ശരിയാണത്. ഓക്കെ അല്ലേ? IUDs make uterus unsuitable for implantation, അതും ശരിയാണ്. അപ്പോൾ both A and R are true and R is a correct explanation of A. ഓപ്ഷൻ നമ്പർ 1 ആണ്. 156ലേക്ക് നമുക്ക് പോകാം. നമുക്ക് ആദ്യം ഒന്ന് മാച്ച് ചെയ്തിട്ട് ഓപ്ഷൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ 156ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 156 നോക്കുകയാണെങ്കിൽ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി TB + IRV ആണ് ഉത്തരം വരുന്നത്. എക്സ്പിറേറ്ററി കപ്പാസിറ്റി അതിൻ്റെ തന്നെ ERV വേർഷനാണ്, TB + ERV ആണ്. TLC ടോട്ടൽ ലങ് കപ്പാസിറ്റി എല്ലാം കൂടെ വരുന്നത് IRV, ERV, TVRV. ഓക്കെ അല്ലേ? ഇനി ഫങ്ഷണൽ റെസിഡൽ കപ്പാസിറ്റി ERV + RV. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നമ്പർ 3412 ഓപ്ഷൻ നമ്പർ 4 ആണ് വരിക. 156ൻ്റെ ഉത്തരം ഓപ്ഷൻ നമ്പർ 4 ആണ്.
157 നമുക്ക് നോക്കാം. ബയോടെക് ആണ് ചാപ്റ്റർ വരുന്നത്. അപ്പോൾ വിച്ച് വാസ് ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഡിസ്കവേർഡ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് ആദ്യം ഡിസ്കവർ ചെയ്ത എൻഡോന്യൂക്ലിയസ്? ഓപ്ഷൻ നമ്പർ 1 ഹിൻഡ് 2, അത് ശരി ഉത്തരമാണ്. ഹിൻഡ് 3 അല്ല. EcoRI അല്ല. PVU2 അല്ല. ഓപ്ഷൻ നമ്പർ 1. ഇനി സെലക്ട് ദ ഓപ്ഷൻ വിച്ച് കറക്റ്റ്ലി മാച്ചസ്. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്ലി മാച്ച് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 158ാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് കറക്റ്റ്ലി മാച്ച് ചെയ്യുന്നത്? ദി ഇന്നർ ലൈനിങ് ഓഫ് ഡക്ട്സ് ഓഫ് സലൈവറി ഗ്ലാൻസ്. ശരിയാണ്, വളരെ കറക്റ്റാണ്. വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ്, ക്യൂബോയിഡൽ എപ്പിത്തീലിയം. തെറ്റാണ്. ട്യൂബുലർ പാർട്സ് ഓഫ് ദ നെഫ്രോൺ, സീലിയേറ്റഡ് എപ്പിത്തീലിയം അല്ല, ക്യൂബോയിഡലാണ്. ലൈൻ ഓഫ് ഇൻഡസ്റ്റൈൻ, സ്ക്വാമസ് എപ്പിത്തീലിയം അല്ല, അവിടെയും ചെറിയ ചില മാറ്റങ്ങളുണ്ട്. അപ്പോൾ കറക്റ്റ്ലി മാച്ച് വരുന്നത് 158 1 മാത്രമാണ്. ഓക്കെ, 159ാമത്തെ ചോദ്യം. ഇൻ ഹ്യൂമൻസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൽസ് ഷോ ദി പ്രോപ്പർട്ടി ഓഫ് ബോത്ത് എക്സൈറ്റബിലിറ്റി ആൻഡ് കോൺട്രാക്ടിലിറ്റി? എക്സൈറ്റബിളും കോൺട്രാക്റ്റിലായിട്ടും മസിൽ സെൽസ് ആണ് മെയിനായിട്ടും. ഓപ്ഷൻ നമ്പർ 3, അത് പ്രോപ്പർട്ടീസ് ഓഫ് മസിൽസിലുള്ളതാണ്. ലോക്കോമോഷനിൽ മസിൽ എന്ന് പറയുന്ന പാഠം നോക്കിയാൽ മതി. മസിൽ എന്ന് പറയുന്ന സെഗ്മെൻ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ കിട്ടും. ഇനി അപ്പോൾ നമുക്ക് അടുത്തതുള്ളത് 160ാമത്തെ ചോദ്യമാണ്. അപ്പോൾ 160ാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ സെഫാലോകോഡേറ്റ്സ് ദി നോട്ടോകോഡ് ഇസ് പ്രസൻറ്റ് ഫ്രം ഹെഡ് ടു ടെയിൽ റീജിയൻ ഇൻ ലാർവൽ സ്റ്റേജ് ഉള്ളി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അനിമൽ കിങ്ഡമാണ് കൺസിഡറേഷനിൽ വരേണ്ടത്. അപ്പോൾ അനിമൽ കിങ്ഡത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ചില ഒരു സംഗതികൾ ഇതാണ്. സെഫാലോകോഡേറ്റിൽ നോട്ടോകോഡ് ഇസ് പ്രസൻറ്റ് ഫ്രം ഹെഡ് ടു ടെയിൽ വരെയാണ്. അപ്പോൾ ഹെഡ് ടു ടെയിൽ വരെ നോക്കുമ്പോൾ ഇൻ ലാർവൽ സ്റ്റേജ് ഉള്ളി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? യൂറോകോഡേറ്റ ബെയർ വെർട്ടിബ്രൽ കോളം ഉള്ളി ഇൻ ടെയിൽ റീജിയൻ ത്രൂ ഔട്ട് ദി ലൈഫ്. ഇത് രണ്ടുമാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുത്തിരിക്കുക. യൂറോകോഡേറ്റയ്ക്ക് സെഫാലോകോഡേറ്റും കൊടുത്തു, സെഫാലോകോഡേറ്റയ്ക്ക് യൂറോകോഡേറ്റും കൊടുത്തു. അങ്ങനെ വരുമ്പോൾ ഏത് ഓപ്ഷനേ വരുള്ളൂ? നമുക്ക് ഓപ്ഷൻ നമ്പർ 4, 4ാമത്തെ ഓപ്ഷനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആകെ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി 160 നിന്ന് 161ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്കൊന്ന് മാച്ച് ചെയ്യാം. 161ൻ്റെ മാച്ചിങ് ഒന്ന് നമുക്ക് നോക്കിയാലോ. DCTയുടെ ഫംഗ്ഷൻ ഏതാ? 3rd ആണ്. കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് Na+ ആൻഡ് വാട്ടർ. കളക്റ്റിംഗ് ഡക്റ്റ് ആണെങ്കിൽ പാസേജ് ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ ഇൻ ടു ദ മെഡിലറി ഇൻഡസ്ട്രീഷ്യം ആണ് വരുന്നത്. അസെൻഡിങ് ലിംബ് ഓഫ് എൻലീസ് ലൂപ്പ് എന്ന് പറയുന്നത് മിനിമം റീഅബ്സോർപ്ഷനും PCT എന്ന് പറയുന്നത് മാക്സിമം റീഅബ്സോർപ്ഷനുമാണ്. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ നമ്പർ 3, 4, 2, 1 വരുമ്പോൾ ഓപ്ഷൻ നമ്പർ 3 ആണ് ഉത്തരം. കണ്ടോ? മാച്ച് ദ ഫോളോയിങ് ഓപ്ഷൻ നമ്പർ 3 ആണ് ഉത്തരം വരുന്നത്. ഇനി 162ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. അനിമൽ കിങ്ഡം ആണിത്. വിച്ച് ഓഫ് ദി അനിമൽസ് ആവ് പിന്നെന്ന് ചോദിച്ചാൽ മാമൽസിൽ നിന്നുള്ള ചോദ്യമാണ്. മാമൽസിന് മാത്രമാണ് എന്ത് ചെയ്യുക പിന്നെ വല്ലാണ്ടുള്ളതെന്ന് എൻസിആർടി പറയുന്നുണ്ട്. അപ്പോൾ 162ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇവൻ എന്താണ്? സൈക്ലോസ്റ്റൊമാറ്റയാണ്, അസിഡിയ, സാൽപാഡോളിയോളം, യൂറോകോഡേറ്റ് ആണ്, ബ്രാങ്കിയോസ്റ്റൊമാറ്റ, സ്റ്റെഫാലോകോഡേറ്റ് ആണ്. ഇതല്ല. ടെറോപ്പസ് കാനസ് ഫെലിസ് ശരിയാണ്, ഓപ്ഷൻ നമ്പർ 2. ശ്രുതിയോ ബേർഡാണ്. എക്സോസീറ്റസ് ഈ പറയുന്ന കോണ്ടിത്തൈസ്, ഓസ്ട്രിക്തൈസ് തൈസ് കാറ്റഗറിയാണ്. ബുഫോ എന്ന് പറഞ്ഞാൽ ആംഫീബിയൻ കാറ്റഗറിയാണ്, അതുമല്ല.
പാവോ ഇക്തിയോഫിസ് കലോട്ടസ് എന്നൊക്കെ പറയുന്നത് ബേർഡും റെപ്റ്റൈലും ഒക്കെയാണ്, അതുമല്ല. ഓപ്ഷൻ നമ്പർ 2 ആണ്. 163 ബിഗ് ബാങ് തിയറിയെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ സംസാരിക്കുകയാണ്. ലിസ്റ്റ് ദ ഫോളോയിങ്. 163 നമുക്ക് മാച്ച് ദ ഫോളോയിങ്, നമുക്ക് അതൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. 163 ഒരു മാച്ചിങ്. ബിഗ് ബാങ് തിയറി, ഫോർമേഷൻ ഓഫ് യൂണിവേഴ്സ് ബൈ സിംഗിൾ ഹ്യൂജ് എക്സ്പ്ലോഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ chemical evolution, formation of organic molecules from inorganic precursors. ഇനി panspermia എന്ന് പറഞ്ഞാൽ life came from spores and outer surface. Spontaneous generation എന്ന് പറയുന്നത് life originated from decaying rotting matters. ഓപ്ഷൻ നമ്പർ 1 ആണ് കോമ്പിനേഷനിൽ വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 ആണ്. ഇതാണ് അതിൻ്റെ ഒരു മാച്ച് വരുന്നത്. അപ്പോൾ ആദ്യം മാച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഓപ്ഷൻസിലേക്ക് പോകും. 1-2 മാച്ചേ അറിയുള്ളൂ എങ്കിൽ അതെന്ത് ചെയ്യുക, കോമ്പിനേഷൻസ് പ്രോബബിലിറ്റി നോക്കിയിട്ട് അത് ഓരോ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അതും ഓപ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഇനി 164 ചോദ്യം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഫൈൻഡ് ദി ഇൻകറക്റ്റ് വൺ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റീഡ് ചെയ്യുക, ഇൻകറക്റ്റ് തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് നോക്കുക. ഓക്കെ അല്ലേ? പ്രൈമറി മെറ്റബോളൈറ്റ്സ് ഹാവ് ഐഡൻറ്റിഫയബിൾ ഫങ്ഷൻസ് ആൻഡ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ നോർമൽ ഫിസിയോളജി. ശരിയാണ്. ദി മാക്രോമോളിക്യൂൾസ് ഫ്രം സൈറ്റോപ്ലാസം ആൻഡ് ഓർഗനൽസ് ബിക്കെയിം ദി ആസിഡ് സോല്യുബിൾ ഫ്രാക്ഷൻ. തെറ്റാണ്. ആസിഡ് ഇൻസോല്യുബിൾ ഫ്രാക്ഷൻ ആണ് അവിടെ വരേണ്ടത്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഡു നോട്ട് ഹാവ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ നോർമൽ ഫിസിയോളജി ഓഫ് ദി ഹോസ്റ്റ്. ശരിയാണ്. In average composition of the cells, the carbohydrates forms more percentage of total cellular mass. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 2 ആണ് ഉത്തരം വരിക. ഓപ്ഷൻ നമ്പർ ഇവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം. ഓപ്ഷൻ നമ്പർ 2. 165 ചോദ്യം. ഇതാ നോക്കൂ. നെർവ് സെൻറ്റേഴ്സ് വിച്ച് കൺട്രോൾ ദ ബോഡി ടെമ്പറേച്ചർ ആൻഡ് ഏർജ് ഫോർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലെ ഫോർ ബ്രെയിനിലെ ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷനാണ് NCERT ലൈൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓപ്ഷൻ നമ്പർ 1. 165. ഇനി 166. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടെഗ്മിന ഇൻ കോക്രോച്ചസ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണ് ചാപ്റ്റർ വരുന്നത്. കോക്രോച്ചിൻ്റെ മോർഫോളജി തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ദേ ആർ ഒപ്പേക്ക്, ഡാർക്ക് ആൻഡ് ലെതറി. ശരിയാണ്. നമുക്ക് തെറ്റല്ലേ ചോദിച്ചിരിക്കുന്നത്, നമുക്ക് തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒപ്പേക്ക്, ഡാർക്ക് ആൻഡ് ലെതറി വന്നിട്ടുണ്ട്. വെൻ അറ്റ് റെസ്റ്റിലായിരിക്കുമ്പോൾ ദേ കവർ ദി ഹിൻഡ് വിങ്സ്. ശരിയല്ലേ? ശരിയാണ്. ദേ ആർ നോട്ട് യൂസ് ഫോർ ഫ്ലൈയിങ്. അതും ശരിയാണ്. ഈ പറയുന്ന ടെഗ്മിന പറക്കാൻ ഉപയോഗിക്കുന്നതല്ല. ഓൾസോ കോൾഡ് മെറ്റാതൊറാസിക് വിങ്സ്. അവിടെ എന്താണ്? അത് തെറ്റാണ്. മെറ്റാതൊറാസിക് ആണോ? മെറ്റാതൊറാസിക് അല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ നമ്പർ 4. 167. ജെൽ ഇലക്ട്രോഫോറസിസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ് ടു ചെക്ക് വാട്ട്? പ്രോഗ്രഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻ ആണോ? പ്രോഗ്രഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻ ആണോ? അതെ. എഫക്റ്റ് ഓഫ് DNA ലിഗേഷൻ ഇൻ ക്ലോണിംഗ് വെക്ടേഴ്സ് ആണോ? അല്ല. എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക് അല്ല. പ്രോഗ്രസ് ഓഫ് ദ ഡൗൺ സ്ട്രീം പ്രോസസ് അല്ല. ഇത് ബയോടെക് എന്ന് പറയുന്ന പ്രോസസ്സിലാണ് നമ്മളിത് കാണുന്നത്. ബയോടെക് പ്രിൻസിപ്പിൾസ്. ഈ ക്വസ്റ്റ്യൻ അതിലാണ് വന്നിട്ടുള്ളത്. ഇനി 168 ചോദ്യം. ഇതാ ECG എന്ന് പറഞ്ഞാൽ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ലാസ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ്. ബോഡി ഫ്ലൂയിഡ്സിൽ ECG ആണ് വരുന്നത്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു എ സ്റ്റാൻഡേർഡ് ECG ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് ഓപ്ഷൻ. The machine is used to obtain an ECG is known as electrocardiograph. The machine used to obtain an ECG is known as electrocardiograph.
സോറി, ഇത് ശരിയാണ്. ദ പി വേവ് റെപ്രസെന്റ് ദ ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഓഫ് ദി ഏട്രിയ, അതും ശരിയാണ്. ദ ടി വേവ് റെപ്രസെന്റ് ദ റിട്ടേൺ ഓഫ് ഏട്രിയ ഫ്രം എക്സൈറ്റഡ്, ഇത് അല്ല, ഇത് വെൻട്രിക്കിളാണ് നമുക്ക് വരേണ്ടത്. അപ്പം ഇത് തെറ്റാണ്, ഇത് തന്നെയായിരിക്കും ഉത്തരം. ദി വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ സ്റ്റാർട്ട്സ് ഷോർട്ട്ലി ആഫ്റ്റർ ക്യൂ വേവ് ആൻഡ് മാർക്സ് ദ ബിഗിനിങ് ഓഫ് വെൻട്രിക്കുലർ സിസ്റ്റോൾ. QRS കോംപ്ലക്സ് എന്നൊക്കെയാണ് നമ്മളവിടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ നമ്പർ 3 ഉത്തരം വരുന്നത്. 169. ദ ഫോളോയിങ് ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇതെന്താണ്, മെൻസ്ട്രൽ സൈക്കിളാണ് ഗ്രാഫ്. മെൻസ്ട്രൽ സൈക്കിൾ ഗ്രാഫ് കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചില സംഗതികൾ ഇതൊക്കെയാണ്. ഈ പറയുന്ന എ എന്ന് പറയുന്നത് FSH ആണ്, ബി എന്താണ്, ഈസ്ട്രജൻ ആണ്, സി എന്താണ്, LH ആണ്, ഡി എന്ന് പറയുന്നത് എന്താണ്, പ്രൊജസ്ട്രോണുമാണ്. സോറി, ഡി എന്ന് പറയുന്നത് എന്താണ്, പ്രൊജസ്ട്രോണുമാണ്. അങ്ങനെ വരുന്ന ഒരൊറ്റ കോമ്പിനേഷനാണ് നമുക്ക് വരുന്നത് ഓപ്ഷൻ നമ്പർ 3. അപ്പോൾ ഓപ്ഷൻ നമ്പർ 3 നമുക്ക് ഈ കോമ്പിനേഷൻസ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി 169 നിന്ന് നമ്മൾ 170 പോകുമ്പോൾ, ഇൻ ഹയർ വെർട്ടിബ്രേറ്റ്സ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് സെൽഫ് സെൽസ് ആൻഡ് നോൺ സെൽ സെൽസ്. This property is lost due to genetic abnormality and it attacks cells. Then it leads to എന്താണ്, ഓട്ടോ ഇമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസാണ് ചാപ്റ്റർ. അപ്പോൾ 170 ചോദ്യം, ഓട്ടോ ഇമ്മ്യൂൺ നഷ്ടപ്പെടുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അല്ലെങ്കിൽ ഡിസോർഡർ എന്നൊക്കെ നമ്മൾ പഠിക്കും. എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് പറയാം, മയസ്തീനിയ ഗ്രാവിസ്, റിമറ്റോയിഡ് ആർത്രൈറ്റിസ്, which one of the following scientists' name is correctly matched with the theory put forth by him? അയാളുടെ താഴെ കൊടുത്തിരിക്കുന്ന സയൻറ്റിസ്റ്റും അയാളുടെ തിയറിയും കറക്റ്റ്ലി മാച്ച് ചെയ്യുന്ന ഏതിലാണെന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പോൾ വോൺ ബെയർ തിയറി ഓഫ് പാൻജെനിസിസ് അല്ല, പാസ്റ്റർ തിയറി ഓഫ് കണ്ടിന്യൂഡ് ജേം പ്ലാസം അല്ല, ലാൻഡ്മാർക്ക് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ശരിയാണ്. ഓപ്ഷൻ നമ്പർ 3. ജെനറ്റിക്സ് 1 എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ ആണ്. ഇപ്പോൾ വോൺ ബെയറും പാൻജെനിസിസും ബാക്കിയുള്ളതുമൊക്കെ എവല്യൂഷൻ കയറിയിട്ടുണ്ട്. ഡിവറീസ് നാച്ചുറൽ സെലക്ഷൻ അല്ല, ചാൾസ് ഡാർവിനാണ് നാച്ചുറൽ സെലക്ഷനിലേക്ക് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 3. 172 ചോദ്യം നമുക്ക് നോക്കാം. Which of the following statement about pituitary gland is incorrect? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് താഴെ കൊടുത്തിരിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ തെറ്റായ ഉത്തരം ഏതാണ്, ഇൻകറക്റ്റ് ഏതാണെന്ന് ചോദ്യം. ഓക്കെ അല്ലേ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ ബോണി കാവിറ്റി ഓഫ് ദി സ്പീനോയിഡ് ബോൺ കോൾഡ് സെല്ല ടർസിക്ക, വളരെ ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇസ് കോൾഡ് പാസ് നെർവോസ, വളരെ വളരെ ശരിയാണ്. ഇനി മൂന്നാമത്തെ തെറ്റുണ്ടോ നോക്കാം. അഡെനോ ഹൈപ്പോഫൈസിസ് ഇസ് അണ്ടർ ഡയറക്റ്റ് ന്യൂറൽ റെഗുലേഷൻ ഓഫ് ഹൈപ്പോതലാമസ് ആണോ? അല്ല. ഹൈപ്പോതലാമസ് അഡെനോ ഹൈപ്പോഫൈസിസ് അല്ലല്ലോ, ന്യൂറോ ഹൈപ്പോഫൈസിസ് ആണ് അവിടെ വരുന്നത്. സോ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്ന സാധനമായിരിക്കും അവിടെ വരിക. അപ്പം അതാണ് അവിടുത്തെ തെറ്റ്. സോ തെറ്റായ ഓപ്ഷനാണ് നമ്മുടെ ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് തെറ്റ് എന്നുള്ളതാണ് ചോദ്യം. 173 ചോദ്യം ഇതാ. ഡ്യൂറിങ് മസിൽ കോൺട്രാക്ഷൻ ദ ലെങ്ത് ഓഫ് തിൻ ആൻഡ് തിക്ക് ഫിലമെന്റ്സ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. ആണോ? 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 എന്തു തോന്നുന്നു നിങ്ങൾക്ക്? ആണോ? അല്ല. ഇവിടെ ഡ്യൂറിങ് മസിൽ കോൺട്രാക്ഷൻ ശ്രദ്ധിക്കണേ, ഇവിടെ നമുക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും തെറ്റ് വരുന്നൊരു സാധനമാണ്. ഡ്യൂറിങ് മസിൽ കോൺട്രാക്ഷൻ ദി ലെങ്ത് ഓഫ് തിൻ ആൻഡ് തിക്ക് ഫിലമെന്റ്സ് റിമെയിൻസ് അൺചേഞ്ച്. ഇവിടെ
തിക്കും തിന്നുമായിട്ടുള്ള ഫിലമെൻറ്റുകളുടെ ലെങ്ത്താണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളൊരു ബാൻഡിൻ്റെ ലെങ്ത്തോ അല്ലെങ്കിൽ ഈ എച്ച് സോണിൻ്റെ ലെങ്ത്തോ അല്ലെങ്കിൽ സാർക്കോമിയറിൻ്റെ ലെങ്ത്തൊക്കെയാണ് പറയുന്നതെങ്കിൽ നമുക്കവിടെ ലെങ്ത്തിന് വ്യത്യാസം വരാം. തിന്നും തിക്ക് ഫിലമെൻറ്റുകൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? വൺ സ്ലൈഡ്സ് ഓവർ ദി അതർ, സ്ലൈഡിങ് ഫിലമെൻറ്റ് തിയറി, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്, 5ാമത്തെ പേജിൽ 4ാമത്തെ 5ാമത്തെ പുതിയ NCERT 5ാമത്തെ 4ാമത്തെ പേജിൽ ഏകദേശം 2ാമത്തെ 3ാമത്തെ പാരഗ്രാഫിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇത് വളരെ ശരിയാണ്. റീസൺ ഡ്യൂറിങ് മസിൽ കോൺട്രാക്ഷൻ ദ ലെങ്ത് ഓഫ് ദ സാർക്കോമിയർ ഗെറ്റ്സ് റെഡ്യൂസ്. അതിനും ശരികേടൊന്നുമില്ല, അതുമൊക്കെ ശരിയാണ്. പക്ഷേ പരസ്പരം അവ തമ്മിൽ ബന്ധമില്ല. സോ അസർഷൻ റീസണിൽ പരസ്പരം ബന്ധമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിലേക്ക് പോകണം? Both assertion and reason are true, but reason does not explain the assertion correctly. Option number 2 ആണ്. സോ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെ പോകും. ശ്രദ്ധിക്കണേ മക്കളെ, എനിക്കും ആദ്യം അതിൻ്റെ ഒരു കോൺസെൻട്രേഷനിൽ ചെറിയൊരു ഇത് വന്നു. പക്ഷേ പിന്നീട് ക്വസ്റ്റ്യൻസ് കണ്ട് ശീലമുള്ളത് കൊണ്ട് എനിക്ക് എന്ത് വന്നു, ആ ഒരു റിവൈവൽ കിട്ടി. അപ്പം നിങ്ങൾക്കും ആ ഒരു സാധനം റിമൈൻഡറിൽ വരണം. ഇനി 174ാമത്തെ ചോദ്യം ഇതാ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. നമ്മുടെ 2026 നീറ്റിൻ്റെ പ്രത്യേകത, അവർ ഇൻകറക്റ്റ് എന്ന് ചോദിച്ചിടത്ത് ബോൾഡ് ചെയ്താണ് നമുക്ക് ചോദ്യം വന്നിരുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റി. പക്ഷേ ആ സുഖം എല്ലാ നീറ്റിനും കിട്ടിക്കോണമെന്നില്ല. ബോൾഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് എന്നുള്ളത് ബോൾഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഇൻകറക്റ്റ് എന്ന് ചോദിച്ചിടത്തൊക്കെ ബോൾഡ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ എല്ലായ്പ്പോഴും ബോൾഡ് ചെയ്തില്ല എന്ന് വെച്ചാൽ നമുക്ക് കേസ് കൊടുക്കാൻ വകുപ്പൊന്നുമില്ല. 174ാമത്തെ ചോദ്യത്തിൽ ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 174ാമത്തെ ചോദ്യത്തിൽ ഇൻകറക്റ്റ്, സൈലൻസിങ് of gene can be achieved using RNA interference. ശരിയല്ലേ? അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. ജീനിൻ്റെ സൈലൻസിങ് അല്ലെങ്കിൽ ജീൻ ഇൻ്റർഫറൻസ് എന്ത് ചെയ്യുന്ന, ജീനിനെ സൈലൻസ് ചെയ്യുന്നത് RNA ഇൻ്റർഫറൻസ് യൂസ് ചെയ്തിട്ടാണ്. Tobacco plant resistance to nematode have been developed by the introduction of DNA that produces both sense and antisense RNA. അതും ശരിയാണ്, ഒരു പ്രശ്നവുമില്ല. ബാസിലസ് തുറിഞ്ചിയൻസിസ് 3ാമത്തെ ഓപ്ഷൻ, സ്ട്രെയിൻസ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ഡിസൈനിങ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ബാസിലസ് തുറിഞ്ചിയൻസിസ് സ്ട്രെയിൻസ് ആണോ നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ അവിടെ ഒരു ചെറിയ തെറ്റുണ്ട്. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ റീകോമിനൻ്റ് DNA ടെക്നോളജി. അതും വളരെ ശരിയാണ്. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ നമ്പർ 3യിലേക്ക് പോകാം. 175, ചൂസ് ദ കറക്റ്റ് മാച്ച് ഫ്രം ദി ഫോളോയിങ്. ലിഗേസസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ് മാച്ച്? ലിഗേറ്റ് എന്ന് പറഞ്ഞാൽ ലാറ്റിനിൽ ടു കമ്പൈൻ, ടു ജോയിൻ. നമ്മൾ സർജറിയിലൊക്കെ പറയുന്ന ഒരു വാക്കാണ് കട്ട് ആൻഡ് ലിഗേറ്റ്. നിങ്ങൾ ശരീരം വെട്ടിയോ സർജറിയിൽ, നിങ്ങൾ തുന്നി ചേർത്തിരിക്കണം, ലിഗേറ്റ്. അപ്പോൾ ലിഗേറ്റ് എന്ന് പറയുന്ന വാക്ക് ടെർമിനോളജിയിലും മെഡിക്കൽ സയൻസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ്. അപ്പോൾ ലിഗേസ് എന്ന് പറയുന്ന, എയ്സ് എന്ന് പറയുന്ന സാധനം എൻസൈമിൻ്റെ വിളിപ്പേരാണ്. എൻസൈമുകൾക്കാണ് എയ്സ് പറയുന്നത്. അമിലേസ്, ലിപ്പേസ്, പ്രോട്ടിയേസ്, ന്യൂക്ലിയേസ്. എയ്സ് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം എന്തായിരിക്കും? എൻസൈമുകളാണ്. എന്ന് വിചാരിച്ച് എല്ലാ എൻസൈമിൻ്റെ അവസാനം എയ്സ് ഉണ്ടായിക്കോണം എന്നില്ല. അപ്പോൾ ലിഗേസ് എന്ന് പറയുന്നത് എന്താണ്? ജോയിൻസ് ദ 2 DNA strands. ശരിയാണ്. കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ല, അത് ശരിയാണ്. പോളിമറൈസ് ബ്രേക്സ് ഡൗൺ ദ DNA ഇൻറ്റു ഫ്രാഗ്മെൻറ്റ്സ്. തെറ്റാണ്. ന്യൂക്ലിയസ് സെപ്പറേറ്റഡ് ദ 2 strands ഓഫ് DNA. തെറ്റാണ്. എക്സോ ന്യൂക്ലിയസ് മേക്ക് കട്ട്സ് അറ്റ് സ്പെസിഫിക് പൊസിഷൻസ് വിത്തിൻ ദ DNA. അതും തെറ്റാണ്. സോ കറക്റ്റ് മാച്ച് നമുക്ക് എന്തേ വരുന്നുള്ളൂ? ഓപ്ഷൻ നമ്പർ 1 വരുന്നുള്ളൂ. 176ാമത്തെ ചോദ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് നമ്മൾ നീങ്ങുകയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീജിയൻ ഓഫ് ദ ബ്രെയിൻ ഇസ് ഇൻകറക്റ്റ്ലി പെയർഡ് വിത്ത് ഇറ്റ്സ് ഫംഗ്ഷൻ? ഏതൊക്കെയാണ് ബ്രെയിനിൻ്റെ ഇൻകറക്റ്റ് പെയറിങ് എന്ന് നമുക്ക് നോക്കാം. കുരിഷ്ട പിടിച്ച ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളെ ഈ ഒരു സെഗ്മെൻറ്റിലുള്ളത്. അതെന്തിനാണ്? നിങ്ങൾക്ക് മാക്സിമം ട്രെയിനിങ് തരാനാണ്. ഇൻകറക്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇൻകറക്റ്റ് പെയർഡാണ് കണ്ടുപിടിക്കണം. അപ്പോൾ കറക്റ്റ് പെയർഡ് കുത്തരുത്. 176ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ, സെറിബ്രം, മെമ്മറി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ശരിയല്ലേ? തെറ്റല്ലേ നമുക്ക് വേണ്ടത്? മെഡുല ഒബ്ലോങ്കട്ട, കാർഡിയോവാസ്കുലർ റിഫ്ലെക്സസ്, റെസ്പിറേറ്ററി റിതമിക് സെൻറ്റർ, RRC എന്ന് പറയുന്ന റെസ്പിറേറ്ററി റിതമിക് സെൻറ്റർ അവിടെയാണ്. സെറിബെല്ലം, ലാംഗ്വേജ് കോംപ്രിഹെൻസേഷൻ. തെറ്റല്ലേ? ഓപ്ഷൻ നമ്പർ 3 അല്ലേ വരിക? നമുക്കൊരു 4 കൺഫർമേഷൻ കൂടി നോക്കാം. കോർപ്പസ് കലോസം, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. വളരെ ശരിയല്ലേ? 2 ബ്രെയിനെ ചേർത്ത് വെക്കുന്ന സാധനമാണ് കോർപ്പസ് കലോസം. സോ നമുക്ക് ഒരൊറ്റ തെറ്റ് മാത്രമേ ഉള്ളൂ. അത് ഓപ്ഷൻ നമ്പർ 3 ആണ്. 177ാമത്തെ ചോദ്യം ഇതാ. Male cockroaches have paired testes located on the lateral sides of 4th to 6th abdominal segment. ആണോ?
നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പറയുന്ന 177ാമത്തെ ചോദ്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. 4 to 6 സെഗ്മെൻറ്റ്സിൽ അത് വളരെ ശരിയാണ്. ഇനി in cockroaches, sperms are glued together in the form of bundles called spermatheca. അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. Mosaic vision has more sensitivity, less resolution. അത് വളരെ ശരിയാണ്. The brain in cockroach is located in the head region and represented by sub-esophageal ganglion. supra esophagealന്റെ കളിയാണ് അവിടെ തെറ്റിച്ച് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് എയും സിയും മാത്രമുള്ള ഓപ്ഷൻ നമ്പർ 4. 177 നിന്നെന്താ അവസാനത്തെ ചോദ്യങ്ങളിൽ പെട്ട 178ാമത്തേലേക്ക് പോകാൻ ഇനി നമുക്ക് 2 ചോദ്യങ്ങളും കൂടിയാണ് ബാക്കിയുള്ളത്. സോ ഇതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സുകളിൽ ഫോക്കസ് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2 എന്താ പറയുന്നത് നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നു, ദി ഓവിഡക്സ് അഥവാ ഫലോപ്പിയൻ ട്യൂബ്സ് എന്ത് ചെയ്യുന്നു? യൂട്രസിൻ്റെ കൂടെ ആൻഡ് വജൈന ഇതെല്ലാം കൂടെ ചേർന്ന് കൺസ്റ്റിറ്റ്യൂട്ട് ദ ഫീമെയിൽ ആക്സസറി ഡക്സ്. ശരിയാണോ? അപ്പോൾ ഈ പറയുന്ന ഫീമെയിൽ ആക്സസറി ഡക്സിൽ ഇവർ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. ദി എഡ്ജസ് ഓഫ് ദി ഇൻഫെൻഡിബുലത്തിൻ്റെ അറ്റം പൊസസ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കോൾഡ് ഫിംബ്രിയെ. യെസ്, ഒരു ബോൾ പിടിക്കാൻ നിൽക്കുന്ന പോലെയാണ് ഓവറിൽ നിന്നും വീഴുന്ന മുട്ടയെ പിടിക്കാൻ വേണ്ടി ഫിംബ്രിയെ നിൽക്കുന്നത്. ആ വിരലുകൾ പോലത്തെ സ്ട്രക്ചേഴ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫിംബ്രിയെ, വിച്ച് ഹെൽപ്സ് ഇൻ ദി കളക്ഷൻ ഓഫ് ഓവം ആഫ്റ്റർ ഓവുലേഷൻ. അതും വളരെ വളരെ ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ശരിയാണെന്നുള്ള ഓപ്ഷൻ നമ്പർ 1ലേക്ക് തന്നെ നമുക്ക് നീങ്ങണം. 178 നോട്ട് ഔട്ട്. അപ്പോൾ നമ്മൾ 178 ഓപ്ഷൻ നമ്പർ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് 179ലേക്ക് പോകാം. ഷോർട്ട് ലിവ്ഡ് ഇമ്മ്യൂണിറ്റി, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് ലിവ്ഡ് ഇമ്മ്യൂണിറ്റി അക്വയർഡ് ഫ്രം മദർ ടു ഫീറ്റസ് അക്രോസ് പ്ലാസൻഡ ത്രൂ മദേഴ്സ് മിൽക്ക് ടു ഇൻഫൻറ്റ് ഇസ് റെസ്പെക്റ്റീവ്ലി ഡ്യൂ ടു. ഏറ്റവും ചെറിയ ഇമ്മ്യൂണിറ്റി മദർ ടു കുട്ടിയിലേക്ക് പ്ലാസൻ്റ വഴി ചെല്ലുന്ന ഷോർട്ട് ലിവ്ഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആൻറ്റിബോഡി ഏതാണെന്നാണ് ഇവിടുത്തെ ചോദ്യം വന്നിരിക്കുന്നത്. അത് IgGയും IgAയുമാണ്. ഓപ്ഷൻ നമ്പർ 2 ആണ്. അവസാനത്തെ ചോദ്യം വന്നിരിക്കുകയാണ് ഗൈസ്, നമ്മൾ ലാസ്റ്റിലേക്ക്. ദി പെർമിസിബിൾ യൂസ് ഓഫ് ടെക്നിക് അമ്നിയോസെൻറ്റസിസ് ഇസ്. അമ്നിയോസെൻറ്റസിസ് എന്ന് പറയുന്ന റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കിയാൽ മതി. നമ്മൾ സെക്സ് ഡിറ്റർമിനേഷനാണ്, കുട്ടിയുടെ ഗർഭാവസ്ഥയിൽ കുട്ടിയെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? അമ്നിയോസെൻറ്റസിസ്. അത് പെർമിസിബിൾ, അത് എപ്പോഴാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് ഒരു ചോദ്യം. ഓക്കെ അല്ലേ? ഡിറ്റക്റ്റിംഗ് സെക്സ് ഓഫ് ദി അൺബോൺ ഫീറ്റസ് അല്ല, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ല, ട്രാൻസ്ഫർ ഓഫ് എംബ്രിയോ ഇൻ ടു യൂട്രസ് ഓഫ് എ സറോഗേറ്റ് മദർ അതും അല്ല, ഡിറ്റക്റ്റിംഗ് എനി ജനറ്റിക് അബ്നോർമാലിറ്റി ഇൻ ദ ഫീറ്റസ് അത് ആണ്. ശരിയാണ്. ഓപ്ഷൻ നമ്പർ 4. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ക്വസ്റ്റ്യൻസൊക്കെ വൃത്തിയിൽ നോക്കണം. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ചാപ്റ്ററും ആ ഏരിയയും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലെക്ചറിങ്ങിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വന്നാൽ പോലും നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ ആ ടോപ്പിക് എടുത്ത് ഈ ക്വസ്റ്റ്യൻ റെഫറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താം. ബയോളജിയാണ്, നിങ്ങൾക്ക് അതിൻ്റെ ലീഡ് കിട്ടിയാൽ തന്നെ ഉത്തരം എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. സുവോളജിയാണ് ഞാൻ കണ്ടതിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയൊരു സൊല്യൂഷൻ്റെ മോക്ക് ടെസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെക്കോർഡിംഗ് സെഷൻസ് വരെ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും വളരെ നല്ല ഒരു ദിവസം നേരുന്നു. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് നേരുകയാണ്. റീനീറ്റ് 2026 നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ തന്നെ അത് അച്ചീവ് ചെയ്യാം. ഓക്കെ, സോ അൺഅക്കാഡമിയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ ലെമീസ് നാസിം എന്ന സുവോളജി ഫാക്കൽറ്റി നിങ്ങളുടെ മുന്നിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുകയാണ്. ബൈ.